റേഷ്യോ ഒന്ന് കുറച്ചിടാൻ മടിയെന്താണ് സർക്കാരെ? അത് നീതിയല്ലേ അധികാരികളെ? നീതിയല്ലേ അധികാരികളെ? റേഷ്യോ ഒന്ന് കുറച്ചെന്നാൽ റേഷ്യോ ഒന്ന് കുറച്ചെന്നാൽ നൽകിയിടില്ലേ ഞങ്ങളെ ജോലി? നൽകിയിടില്ലേ ഞങ്ങളെ ജോലി? സ്വപ്നം കണ്ടൊരു ഞങ്ങളെ ജോലി നൽകൂ നൽകൂ അതിവേഗം നൽകൂ നൽകൂ അതിവേഗം അതിനായി വേഗം നോക്കിയിടൂ ചർച്ചകൾ നന്നായി നടത്തിയിടൂ കഷ്ടപ്പെട്ട് പഠിച്ചൊരു ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിച്ചൊരു ഞങ്ങളെ ചേർത്തു നിൽക്കൂ അതിവേഗം ചേർത്തു നിൽക്കൂ അതിവേഗം കഴിഞ്ഞ സമരം നടന്നപ്പോൾ ബിനിൽ ലീല സാബു തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, പ്രതിഷേധം കടുപ്പിക്കുന്നു, അവരുടെ പ്രതിഷേധം ഏത് രീതിയിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പുല്ല് തിന്ന് വരെ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ വേറിട്ട പ്രതിഷേധം, മണ്ണ് തിന്നും മുട്ടുകുത്തി നിന്നും ഒക്കെ പ്രതിഷേധിക്കുകയാണ്. പക്ഷേ ഇത്ര ദിവസമായിട്ടും അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല എന്ന് തന്നെയാണ്, അവരുടെ കണ്ണീർ അവർ കാണുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നത്? സ്വാതി, പുല്ല് തിന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സ് അവർ നടത്തുന്നത്. നേരത്തെ മണ്ണ് തിന്നടക്കമുള്ള പ്രതിഷേധം നടത്തിയതാണ്. സെക്രട്ടേറിയറ്റ് മുന്നിൽ മുട്ടുകുത്തിയതും കൈവിരിച്ചുമൊക്കെ പല രീതിയിലുള്ള പ്രതിഷേധം ഇവർ നടത്തിയതാണ്. പക്ഷേ അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. വിദ്യാഭ്യാസ മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും റാങ്ക് ഹോൾഡേഴ്സ് ചർച്ച നടത്തിയതാണ്. അതിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ വലിയ പ്രതിഷേധം ഇവർക്കുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കുട്ടികൾ കുറയുന്നുണ്ട്, അതുകൊണ്ട് ഡിവിഷനുകൾ കുറയുന്നു. പഴയ അധ്യാപകരും നിലവിൽ തുടരുന്ന 10-20 കൊല്ലമായി തുടരുന്ന അധ്യാപകരോട് വീട്ടിൽ പോകാൻ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പുതിയ നിയമനം നടത്തുന്നതിൽ ചില പ്രശ്നങ്ങളുള്ളതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുമായും സമാനമായ രീതിയിലുള്ള ചർച്ച നടത്തിയതാണ്. പക്ഷേ അതിലൊന്നും കാര്യമായ പുരോഗതി ഉണ്ടായില്ല, അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. കഴിഞ്ഞ 34 ദിവസമായി ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടരുകയാണ് LPST റാങ്ക് ഹോൾഡേഴ്സ്. അതിൽ 10 ദിവസമായി നിരാഹാര സമരം തുടരുകയാണ്. ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാരവാഹിയായ വളർമതിയാണ് നിരാഹാര സമരം തുടരുന്നത്. ഇവിടെ നിന്നും വളർമതി നീക്കാനുള്ള സമരമൊക്കെ അല്ലെങ്കിൽ ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായതാണ്. അതിനെയൊക്കെ മറികടന്നാണ് ഈ റാങ്ക് ഹോൾഡേഴ്സ് ഈ സമരം തുടരുന്നത്. അടിയന്തരമായി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നിയമനം നടത്തണം. കൃത്യമായി ജില്ലകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് പ്രധാന പ്രശ്നമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അനുകൂല നടപടി വേണം, നിയമനം വേണം എന്നാവശ്യപ്പെട്ടാണ് വളരെ ശക്തമായ രീതിയിൽ ഈ സമരം LPST റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ അതുതന്നെയാണ് ബിനിൽ. എന്തായാലും ദിവസങ്ങളായി ഇവർ സമരം നടത്തുകയാണ്. വേറിട്ട പല പ്രതിഷേധ രീതികളും നമ്മൾ കണ്ടു. മണ്ണു തിന്നും മുട്ടുകുത്തി നിന്നും ഒക്കെ പ്രതിഷേധിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം പുല്ല് തിന്നുള്ള പ്രതിഷേധം കൂടിയാണ്.